ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഞങ്ങള് അമ്മ പെറ്റ സഹോദരങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങള് അപ്പച്ചിയുടെ ഇങ്ങനെ പറയുമ്പോഴേ അപ്പച്ചിയുടെ മക്കളും അമ്മയുടെ മക്കളും എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് ഒരുമിച്ച് വളർന്നതല്ലേ. അക്കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മാവനെയും എൻ്റെ കൊച്ചപ്പച്ചിയെയും. അവരെയൊന്നും മറന്നിട്ടുള്ള ഒരു ജീവിതമേ ഇല്ല. 3 വർഷം ഞാൻ അവിടെ അല്ലേ താമസിച്ച് പഠിച്ചത്, എൻ്റെ അമ്മാവൻ്റെ വീട്ടില്. അപ്പൊ അമ്മാവന്റെ 10 മക്കളുണ്ടായിട്ട് ഒരാൾ മരിച്ചുപോയി, ബാക്കി 9 മക്കള് അവിടെ ഈ പറഞ്ഞതുപോലെ ഒറ്റ അമ്മയുടെ ഒറ്റ അച്ഛൻ്റെ മക്കളെ പോലെ തന്നെയാണ് ജീവിച്ചത്. അവരൊക്കെ ഭയങ്കര സ്നേഹസമ്പന്നരായിരുന്നു. കൊച്ചപ്പച്ചിയുടെ മക്കളും അതുപോലെ. തിരുവമ്പാടി നന്നൊക്കെ പഴയവീടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവമ്പാടി വാർഡാണ് അത്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവരെ ആരെയും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ കോളറയുടെ ഇനാക്കുലേഷൻ എന്ന് പറയും, ഇവിടെ ഒരു കുത്തുണ്ട് വട്ടത്തിൽ, കോളറ വരാതിരിക്കാനുള്ള. അപ്പൊ കൈക്ക് ഇത്രയേ നീര് വരും, വലത് കൈക്ക. അത് ഇപ്പോഴും അതിന്റെ പാടൊക്കെ ഇവിടെ ഉണ്ടോ. ആ സമയത്ത് നമുക്ക് കൈ ഇങ്ങനെ പൊക്കാനും എഴുതാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ അവിടുത്തെ അപ്പച്ചി വായിൽ ചോറൊക്കെ ആഹാരമൊക്കെ വെച്ച് തരുന്നത്. ഇത്രയും 10 മക്കളുടെയും കാര്യങ്ങൾ കണക്കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അത്ര ഭയങ്കര. അതാ അമ്മാവനും അതെ, ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. പ്രത്യേകിച്ച് അവളെ കരയിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാരും വഴക്കിടുമ്പോ. ഒരു ബേബി മാമൻ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന്, ഈയിടെ മരിച്ചത്. BSF ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ അടുത്തടുത്തിരുന്ന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേർക്ക് ഒരേ ഡെസ്കാണ്. അതിൽ ഒരു ഡെസ്ക് എൻ്റെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് ബേബിയുടെ, അതിൻ്റെ അപ്പുറത്ത് ബേബിയുടെ ഇളയാളിൻ്റെ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ തന്നെ പ്രായത്തിലുള്ള ഒരു ചേച്ചിയുണ്ട്, ശാന്ത. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഏഡനിൽ അല്ല എവിടെ സീഷലിൽ പോയി കാണുന്നത്, ആ ആള്. അങ്ങനെ ഞങ്ങളുടെ 4 പേരുടെ ഒരു ഡെസ്ക് എന്ന് പറഞ്ഞാൽ 4. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ പേന തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി എഴുതാനായിട്ട് കൊണ്ടുപോകും ഈ ബേബി. അമ്മ അയ്യോ എനിക്ക് ഒരുപാട് എഴുതാനുണ്ടായിരുന്നു അവർക്ക്. എന്റെ തലക്കിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പറയും, ഞാൻ എഴുതിയിട്ട് എഴുതിയാ മതി എന്ന് പറയും. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ അവിടെ കുനിഞ്ഞു കിടന്ന് കരയായിരിക്കും ചിലപ്പോൾ ഈ തലയിട്ടിട്ട് അടിച്ച്. അത് കണ്ടിട്ട് വന്നിട്ട് എൻ്റെ ചിറ്റ അന്ന് അവിടെ പഠിക്കുന്നുണ്ട്, എൻ്റെ ചിറ്റ അമ്മയുടെ അനിയത്തി, എന്താ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണ്, എന്ത് സ്നേഹമായിട്ട് താമസിച്ചിരുന്നു എല്ലാവരും. ഇന്ന് ആരെങ്കിലും അങ്ങനെ താമസിക്കുകയുള്ളൂ. ഇത്രയും വലിയൊരു ജോയിന്റ് ഫാമിലി എങ്ങനെ ഇത്ര സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നു ഓർക്കാൻ വയ്യാതെ ഞാൻ അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ അവരൊക്കെ ഇത്ര സ്നേഹമായിട്ട് എല്ലാവരും കഴിഞ്ഞു. അപ്പൊ ചിറ്റ പറഞ്ഞു, ഈ കുട്ടി എന്തായി കാണിച്ചേ, ആ കുട്ടി പാവം എന്നെ പറയാം, ആ കുട്ടി എന്ത് പാവോ, അവളെ അവിടെ എഴുതാൻ പോലും ഇവൻ സമ്മതിച്ചില്ലല്ലോ. ഓപ്പേ വേണ്ടി ചെന്ന് മാവനോട് വിളിച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് കുറെ അടി. അവളെ തുടരുതെന്നല്ലേ പറഞ്ഞു, അവള് എന്ത് പാവം കുട്ടിയാണ്. ഇതൊക്കെ ഓർമ്മകൾ ഇപ്പം പറയുമ്പോഴേ വരുന്നത് കേട്ടോ. കുറെ നാളത്തേക്ക് ബേബി എന്നോട് മിണ്ടതില്ലായിരുന്നു, എന്നെ അടി പിടിപ്പിച്ചില്ല. ഞാൻ ചെന്ന് പറഞ്ഞുമില്ല, ചിറ്റയായി ചെന്ന് പറഞ്ഞ അടി കൊള്ളിപ്പിച്ചത്. ഇത്രയും കാര്യമായിട്ട് നോക്കുന്നവരാരെങ്കിലും കാണും മക്കളെ, അടുത്ത സഹോദരങ്ങളുടെ മക്കളെയൊക്കെ ഇത്ര സ്നേഹം ഉണ്ട്. അവരെ ആരെയും മറന്നിട്ട് എനിക്ക് ഒരു കഥയില്ല സത്യം എൻ്റെ ജീവിതത്തിൽ. പിന്നെ എൻ്റെ കഥ എന്ന് പറഞ്ഞ് തുടങ്ങിയുണ്ട്, നമ്മൾ അതിലേക്ക് ലിമിറ്റ് ചെയ്ത കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും പൂർത്തിയാകത്തില്ല എൻ്റെ കഥ, ഇവരാരും ഇല്ലെങ്കിൽ. അത് നീ എഴുതിക്കും, എവിടെ വേണേ എഴുതിക്കും. അത്രയ്ക്ക് സ്നേഹസമ്പന്നരായ ജോയിന്റ് ഫാമിലി കുടുംബമായിരുന്നു അമ്മമ്മയുടെ കുടുംബം എല്ലായിടത്തും. അതൊന്നും മറക്കാനേ ഒക്കത്തില്ല. ബേബി പിന്നെ പറയുമായിരുന്നു ബേബി, അയ്യോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ രമണി എന്ത് കാര്യമായിരുന്നു. ഞാൻ ചോദിക്കും, എന്താ അങ്ങനെ കാര്യം വന്നതിന് കാരണം? സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് കാരണം, അല്ലേ? അവരുടെ സ്നേഹമാണ് ഈ മക്കളോടും കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ മാമൻ അങ്ങ് ദൂരേന്ന് എടി രമണി, എടി അമ്മണി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അമ്മണി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു. അതുപോലെ ആ അമ്മണിയോടുള്ള സ്നേഹം എന്നോടും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് തിരിച്ചെനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിന്
ആശ്വാസത്തിന് കടപ്പാടുകൾ ചെയ്യുന്നുണ്ട്, ചെയ്തു. അവരുടെയൊക്കെ പിറന്നാൾ വരുമ്പോൾ ഞാൻ തലേ ദിവസം അവിടെ പോയിട്ട് എല്ലാം നാളെ എല്ലാം ഉണ്ടാക്കണം, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇവിടെ വരുന്നു. എല്ലാ കറികളും എല്ലാ പായസവും ഉണ്ടാക്കി. അവിടെ ജോലിക്കാരെപ്പോഴും ഉണ്ട്. അപ്പം അപ്പച്ചിക്ക് ആണെങ്കിൽ ഒരുപാട് നാൾ കിടന്ന മരിച്ചു. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ കൈയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈ ഇങ്ങനെ തടവിയിട്ട് പറയും, ഇങ്ങനെ എണ്ണും, ഇതിലെ വളയൊക്കെ ഇങ്ങനെ എണ്ണും. 7 വള. രമണി സാറാ വന്നിരിക്കുന്നത്. അവിടെയൊക്കെ എല്ലാവരും ടീച്ചറെന്നല്ലേ സാറെന്ന് വിളിക്കുന്നത്, ആണിനെ പെണ്ണിനെ. രമണി സാറാ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പച്ചിക്ക് പിറന്നാളല്ലേ, അതിന് ഒന്നാമെന്ന് തന്നെ. അപ്പൊ പിന്നെ ഇലയൊക്കെ ഇട്ട് ഞങ്ങളെ രണ്ടുപേരും അടുത്ത്, വേറെ ആരും ഇല്ല അവിടെ, ജോലിക്കാരേ ഉള്ളു. പിന്നെ ഇലയിട്ട് ഞങ്ങളെ എഴുതി, അടി എല്ലാം കഴിക്കടി, പായസം കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക കേട്ടോ. അത്ര കാര്യമായിട്ട് ഞാൻ അതുപോലെ ലഡു പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. ലഡുവും വാങ്ങിച്ചുകൊണ്ടേ ഞാൻ അവിടെ പോകത്തുള്ളൂ. അപ്പൊ ഒരു ലഡു ഒക്കെ എടുത്തിട്ട് ഒറ്റ വിഴുങ്ങല, ഓർമ്മയില്ലാതെ കിടക്കും. മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ അമ്മാവന് വേണ്ടി, അപ്പച്ചിക്ക് വേണ്ടി, മക്കൾക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ ചെയ്തു കൊടുക്കല്ല, സ്നേഹം കൊടുക്കുമായിരുന്നു. ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്നേഹമായിട്ടുള്ള പെരുമാറ്റങ്ങൾ. അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ പറയുകയാണെങ്കിൽ തീരത്തില്ല, എഴുതിയും തീരത്തില്ല, പറഞ്ഞും തീരത്തില്ല. അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ കൺക്ലൂഷൻ വരുമ്പോൾ അവരെയൊക്കെ കൂടി സ്മരിച്ചുകൊണ്ടുള്ള അവരുടെയൊക്കെ സ്നേഹവും വാത്സല്യവും ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു കഥയാണ് ഈ അമ്മമ്മയ്ക്കുള്ള കഥ. 56 വയസ്സിനിടയിൽ ചീത്തയായിട്ടുള്ള ഒരു സ്മരണകളും അമ്മമ്മയ്ക്കില്ല. പ്രതികാരത്തിന് ഉള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി എന്താ നിനക്കറിയാനുള്ളത്? ഇനിയിപ്പോ നമ്മുടെ രാജാമ്മയുടെ കാര്യം, അവളുടെ സ്നേഹം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നു. നിങ്ങളോടും ഒക്കെ അവർക്ക് ഒരുപാട് സ്നേഹങ്ങളുണ്ട്. അതുകൊണ്ട് നിനക്കും രാജാമ്മ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നീ എവിടെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് രാജാമ്മ കൂടെ കൊണ്ടുപോകാം. ഭയങ്കര ഓർമ്മകളാവും അത്. അവള് പറയും, അനുമോൻ എന്നെ കൊണ്ടുപോകാൻ തോന്നില്ലോ ഒക്കെ. വേറെ ആർക്കും തോന്നാത്ത സ്നേഹമല്ലേ അവൻ എന്നോട് കാണിച്ചു. എന്നോട് വേറെ ആൾക്ക് ഇത്ര സ്നേഹം ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഇപ്പോഴും പറയരുത്, റിസോർട്ടിൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എന്നെ കൊണ്ടുപോയി താമസിപ്പിച്ചില്ല എന്ന് പറയും. അവനത് ഓർത്ത് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്നെ താമസിപ്പിച്ചില്ല. വേറെ ആർക്കെങ്കിലും അത് തോന്നിയിട്ടുണ്ടോ? അനിയുടെ മോന് മാത്രമല്ലേ അത് തോന്നുള്ളൂ ഇങ്ങനെ പറയുന്നത്. അപ്പോഴനിയെ കൂടെ ഓർത്തോണ്ടാ ഇത് പറയുന്നത്. അതൊക്കെ വേണം മക്കളെ, അങ്ങനെയുള്ള സ്നേഹമൊക്കെ നമുക്ക് അർഹിക്കുന്നവർക്ക് കൊടുക്കണം, അർഹതയുള്ളവർക്ക് കൊടുക്കണം. അവരതിൽ നിന്ന് സ്മരിക്കാനല്ല നമ്മൾക്ക് അവരോടുള്ള സ്നേഹം, അതാണത്. പിന്നെ എന്തുവാ മക്കളെ അമ്മൂമ്മയുടെ കഥയിൽ ഇനി എന്നെ ഓർക്കാനുള്ളേ? പിന്നെ നമ്മുടെ 3 കൊച്ചു മക്കള് എന്നെ അമ്മൂമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങൾ വന്നത് ഈ 3 കുഞ്ഞുങ്ങളും വന്നതാ. നിലി, അതുപോലെ പാർത്ത്, വിഹാൻ. എടുത്തെടുത്ത് പറയണം നീ ആ കാര്യങ്ങൾ. ഈ 3 കുഞ്ഞുങ്ങളും അമ്മൂമ്മയുടെ ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങളാണ്. 2 ആഴ്ച, ഇൻ ബിറ്റ്വീൻ 2 വീക്സ് 3 പേരെയാ കിട്ടിയത്. ദൈവം അമ്മൂമ്മയുടെ കൈ വെച്ച് തന്നു 3 പേരെ. ഇനി അവർക്ക് 3 പേർക്കും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് കിട്ടാൻ അമ്മൂമ്മ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും എനിക്ക് ഇനി അവരോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. വാത്സല്യ സ്നേഹം കൊടുത്ത് അവരുടെ അച്ഛനമ്മമാർക്കും അതുപോലെ തന്നെ എല്ലാ പേരൻസിനും അവരെ കണ്ടുള്ള സന്തോഷം കൊടുക്കാനായിട്ട് ജഗദീശനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. ജഗദീശന് അതിനുള്ള അനുഗ്രഹം തരട്ടെ, അതാണ് പറയാനുള്ളത്. നല്ല 3 കുഞ്ഞുങ്ങളെ തന്നു ദൈവം എനിക്കാ തന്നിരിക്കുന്നത്, നിങ്ങൾക്കല്ല. അത് തന്നിരിക്കുന്നത് ഈ മുത്തശ്ശിയുടെ കഥയായത്. ഈ മുത്തശ്ശിയുടെ കഥയുടെ ആ അവസാന സമാപനത്തിന് ഇവരുടെ 3 പേരുടെ കാണാനുള്ള, അവരുടെ കളികൾ കാണാനും അവരുടെ കളികൾ കണ്ട് രസിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം തന്നിരിക്കുകയാണ് ദൈവം മുത്തശ്ശിക്ക്. മുത്തശ്ശിയായത് അങ്ങനെയാ ഞാൻ, അല്ലേ? അവര് മുതലുള്ള വരവാണ് ഞാൻ മുത്തശ്ശിയായത്, അല്ലെ അമ്മൂമ്മയായിട്ടുള്ളായിരുന്നു. അപ്പൊ അത് മുത്തശ്ശിയായി. ബ്ലെസ്സിങ്സ് ആണ്
കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. അതും ഓർമ്മയോടുകൂടി കാണാൻ ഇല്ലേ, അവരെ 3 പേര് അല്ല കിടക്കുമ്പോൾ കാണുകയാണെങ്കിൽ അത്ര ഓർമ്മ എനിക്ക് വരത്തില്ല. ഇത് അവരുടെ കളികൾ കണ്ടും അവരുടെ കളിയും ചിരിയും ബഹളവും ഒക്കെ കണ്ട് നീ ഇപ്പൊ ഇതൊക്കെ അയക്കുമ്പോ, വീഡിയോ അയക്കുമ്പോൾ ഇപ്പോഴും ശാലം മുമ്പ് അവരുടെ ഇത് കണ്ടിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു ഫോണില്. നീ നേരത്തെ അയച്ചതൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുകയായിരുന്നു. ഇന്ന് മിലിയുടെയും കണ്ടു, അവള് പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, ഇന്നത്തെ അവരുടെ ഓണത്തിന്റെ പൂക്കളത്തിന്റെ മുമ്പിൽ. അവളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവളെ ഇതെന്താ പറയാ, മുത്തശ്ശി മുത്തശ്ശി ഇപ്പൊ എന്താ ചെയ്യുന്നെന്ന്, എന്ത് തിന്നു മുത്തശ്ശി, മുത്തശ്ശി ഇനി ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരത്തില്ലേ, എന്താ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ വരാത്തെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, തന്നെ ചോദിക്കുന്നത്. അപ്പൊ എന്ത് കഴിച്ചു രാവിലെ, പിന്നെ ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിയാ കേട്ടോ ഈ ചോദ്യങ്ങളിലൊക്കെ. അപ്പൊ ഇന്ന് പേരന്റ് ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഗീത പറയുക. അപ്പൊ ഇവിടെ ആക്കിയിട്ട് 2 മാസം ആയിട്ടുള്ളൂ, 2 ആയിട്ടില്ല. അപ്പം പിന്നെ മൃണാളിനി കൃഷ്ണന്റെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് അവള് ഓരോ കുട്ടികളെ വെച്ച് പറയുകയാണ്. പ്ലേ സ്കൂളിലല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇവളുടെ കാര്യം പറഞ്ഞപ്പോ പറയാ, അയ്യോ മിടുമിടുക്കിയാ കേട്ടോ മൃണാളിനി കൃഷ്ണൻ, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ 4 പാട്ട് പാടിയിട്ടേ നിർത്തത്തുള്ളൂ, ചാൻസ് കൊടുക്കത്തുള്ളൂ. ഇവനെന്താ എഞ്ചിനീയറിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? അവന് എഞ്ചിനീയറിംഗും ചെയ്യും, അവന് ഡോക്ടറും ആവണം. എന്നോട് പറഞ്ഞ മുട്ടുവേന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരണം എന്ന്. അവൻ ഡോക്ടറാ, ഞാൻ പേഷ്യന്റാ, അപ്പൊ മുട്ടുവേനയും കൊണ്ട് വരണം എന്നാ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി പറഞ്ഞു എനിക്ക് മുട്ടുവേനയുണ്ട്. അപ്പൊ അവനിങ്ങനെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചിട്ട്, ആ ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടി ഒരു ഹാമർ വെച്ചിട്ട് അതിനെ തട്ടി ഒട്ടിച്ചു വെച്ചു. അതും ഇതിന്റെ പ്രേരണ എവിടുന്നാ? എന്ത് ഇങ്ങനെ ഇപ്പൊ ഇതൊന്നും ഉണ്ടാവാൻ ഒരു സൃഷ്ടിക്ക് ഒരു പ്രേരണ വേണമല്ലോ, അതെവിടുന്നാ? അത് ഓൺലി നീ അല്ല, എനിക്കും വേറെ ഓരോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ, അത് അമ്മുമ്മ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ അതൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നുള്ള ഒരു ഇത് വന്നിട്ട് പിന്നെ അതിപ്പോ റെക്കോർഡിംഗ് ആയിട്ട് മാറി. അപ്പൊ അത് ശ്രീശം പറയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ. ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര അച്ഛൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ അമ്മ വല്ല ഒന്ന് എഴുതിക്കൂടെ, ഒരു ബുക്ക് എഴുതിക്കൂടെ? അതെ, അപ്പൊ അമ്മമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വേണ്ട, ശേഷം പറയാം. അമ്മയ്ക്ക് അറിഞ്ഞൂടാ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മറ്റുള്ളവർ കാണുന്നതെന്ന്, അല്ലെങ്കിൽ അമ്മയുടെ കഴിവ്. ഇപ്പൊ ഹനുമാന് ബലത്തിനെ കുറിച്ച് അറിഞ്ഞൂടാ. പ്രേരണ എന്ന് പറഞ്ഞപ്പോ വേറെ ഒരു ഇതുള്ളത്, ഈ ഇവിടെ കിടന്ന് ബഹളം വെക്ക, ഈ കുഞ്ഞന് മുത്തശ്ശി ജീവിച്ചിരുന്ന ലോകത്തിലല്ലല്ലോ അവന്റെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതല്ലേ ഇപ്പൊ. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ അത് ഇതിങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ കുറെയൊക്കെ വിട്ടുപോകും. പിന്നെ അമ്മൂമ്മയുടെ അത്രയും നല്ല മെമ്മറി ഒന്നും നമുക്കില്ലല്ലോ. അപ്പൊ എഴുതിയോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാലല്ലേ നമുക്ക് അതെല്ലാം ഓർമ്മയിൽ നിക്കത്തുള്ളൂ എപ്പോഴും. അപ്പൊ അതൊരു ഇതുണ്ടായിരുന്നു, റീസൺ. അപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുമ്പോഴാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ വീണ്ടും കണ്ടുമുട്ടാം.